വലിയുദ്ദീൻ എന്ന പേരിൻ്റെ ഒരു അർത്ഥം എന്താണ്? ആ പേര് ഞാൻ വേറൊരാളിൽ കേട്ടിട്ടില്ല. സുബ്ഹാനല്ലോ, അർത്ഥം നോക്കി വിലയിരുത്താൻ പറ്റില്ല. എന്നാലും എൻ്റെ പേര് അബ്ദുറഷീദ് എന്നാണ്. ആദ്യത്തെ പേര് അബ്ദുറഷീദ് എന്നായിരുന്നു. എൻ്റെ ഉപ്പയും ഉമ്മയും ഒക്കെ പറയുന്നത് കേൾക്കാറുണ്ട്. 2 വയസ്സ് വരെ ചെറിയൊരു അപസ്മാര രോഗമൊക്കെ ഉണ്ടായിരുന്നു. അന്ന് മഹാനായ ഖുത്ബുൽ ആലം ഷെയ്ഖുനാ സിയം വലിയുല്ലാഹി തങ്ങളുടെ അരികിലേക്ക് കൊണ്ടുപോകലാണ് ആ കാലഘട്ടത്തിൽ അന്ന് ആളുകളൊക്കെ പലരും ചെയ്യാറുള്ളത്. അതുപോലെ എന്നെയും കൊണ്ടുപോയി. അപ്പോൾ എൻ്റെ ഉപ്പയോട് ചോദിച്ചു, എൻ്റെ പേരെന്താണ്? എൻ്റെ വല്യമ്മയും കൂടെ ഉണ്ട്, വല്യമ്മ ഇപ്പോഴും ഹയാത്തിലുണ്ട്. എൻ്റെ പേരെന്താണ്? അബ്ദുറഷീദ എന്ന് പറഞ്ഞു. ആ, നല്ല പേര്, അതവിടെ നിൽക്കട്ടെ, ഞാനൊരു പേരിടാം എന്ന് പറഞ്ഞിട്ട് ഉസ്താദ് മഹാനായ ഖുത്ബുൽ ആലം ഷെയ്ഖുനാ സിയം വലിയുല്ലാഹി തങ്ങളുടെ പേരാണ് വലിയുദ്ദീൻ എന്നുള്ളത്. സമസ്ത എന്താണ് എന്ന് ഉസ്താദിനോട് ചോദിച്ചാൽ എന്താണ്? സമസ്തകളുടെ ജംഇയ്യത്തുൽ ഉലമ എന്നുള്ളത് നമ്മൾ ഈമാൻ സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. നമ്മുടെ ഈമാൻ്റെ കാവൽ ഭടന്മാരാണ് അവർ. നൂറെ അജ്മീറും വലിയുദ്ദീൻ ഫൈസിയും 38 ലക്ഷം രൂപയാണ് ഞാനിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് സമസ്തയുടെ തഹിയ പദ്ധതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ലൈവ് പ്രഭാഷണത്തിലൂടെ അദ്ദേഹത്തെ കേൾക്കുന്ന ആളുകളിൽ നിന്ന് അദ്ദേഹം സ്വരൂപിച്ച് സമസ്തക്ക് നൽകിയത്. ഞാൻ നിൽക്കുന്നത് വാഴക്കാട് അദ്ദേഹത്തിൻ്റെ പള്ളിയിലാണ് ഉള്ളത്. അദ്ദേഹം അകത്തുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം 8:10 8:30 അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം അവസാനിക്കും. അതിനുശേഷം നമുക്ക് ഉസ്താദിനെ കാണേണ്ടതുണ്ട്. ഉസ്താദിൻ്റെ പള്ളിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. പള്ളിക്കകത്ത് അദ്ദേഹത്തിൻ്റെ ലൈവ് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഉസ്താദുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഉസ്താദിൻ്റെ ചടങ്ങുകൾ അതിനകത്ത് വളരെ തകൃതിയായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ സമസ്തയുടെ തഹിയ എന്നൊരു പദ്ധതി മുന്നോട്ട് വെച്ചപ്പോൾ നമ്മുടെ പ്രഭാഷകരും നമ്മുടെ ലൈവ് സംവിധാനിക്കുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഒരുപാട് അവർക്ക് കഴിയുന്ന രീതിയിൽ പ്രവർത്തിക്കും. അതിൽ ഏറ്റവും മുൻപന്തിയിൽ ഇന്ന് വലിയ ഫണ്ട് സമസ്തക്ക് നൽകിയത് വലിയുദ്ദീൻ ഫൈസി ഉസ്താദാണ്. ഉസ്താദിൻ്റെ ലൈവ് സ്ട്രീമിംഗ് നടക്കുന്ന മുറിക്കുള്ളിലേക്ക് നമുക്കൊന്ന് പോകാം. നമുക്ക് ചില പരിമിതികളുണ്ടാകും തത്സമയം അത് സംപ്രേഷണം ചെയ്യുന്നതിൽ, പക്ഷേ നമുക്ക് കാണാം. ഇപ്പോൾ ഇതിനകത്താണ് ഉസ്താദിൻ്റെ ലൈവ് സ്ട്രീമിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പള്ളിയെക്കുറിച്ച് നമ്മളൊന്ന് പറയേണ്ടതുണ്ട്. ഈ പള്ളി ഏകദേശം 150 വർഷത്തോളം പഴക്കമുള്ള വാഴക്കാട് ടൗൺ വലിയ ജുമാഅത്ത് പള്ളി എന്ന് പറയുന്ന ഒരു പള്ളിയാണ്. അപ്പോൾ ഉസ്താദാണ് ഇവിടെ ഖത്തീബും ഒക്കെ ആയിട്ട് ഉസ്താദ് ഇവിടെ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോരുത്തരും ഇപ്പോഴും നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും ഇതിലേക്ക് ഫണ്ട് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ ലൈവ് സ്ട്രീമിങ്ങിൻ്റെ വലിയ TV വാളിൽ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഉസ്താദും അത് വീക്ഷിച്ച് ആളുകൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു, പ്രാർത്ഥനകൾ നടത്തുന്നു. ആ കാഴ്ചകളാണ് ഇവിടെ. ഇനി നമുക്ക് ഉസ്താദുമായിട്ട് സംസാരിക്കേണ്ടതുണ്ട്. ഉസ്താദ് ഏറ്റവും അടുത്ത സമയത്ത് നമ്മളിലേക്ക് വരും. ഞാനിവിടെ വന്ന സമയത്ത് തന്നെ ഏകദേശം 38 ലക്ഷം രൂപയായിരുന്നു. പക്ഷേ ഇപ്പോൾ 41 ലക്ഷം രൂപ, 3 ലക്ഷം രൂപ കൂടി ഇവിടെ നിന്ന് ഉസ്താദിൻ്റെ ഈ ഒരു വേദിയിൽ വെച്ചുകൊണ്ട് ഉസ്താദ് സ്വരൂപിച്ചു. അതിൻ്റെ തക്ബീർ മുഴക്കിക്കൊണ്ടിരിക്കുന്നൊരു രംഗമാണ്. ഉസ്താദിനെ ആ പ്രഭാഷണത്തിനൊടുവിൽ സമസ്തയുടെ തഹിയക്ക് വേണ്ടി നിങ്ങൾ സംഭാവന ചെയ്യണമെന്നാവശ്യപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈവ് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ പണം നിക്ഷേപിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഹദിയ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഉസ്താദ് പറഞ്ഞത് ഇന്ന് 41 ലക്ഷം രൂപ പിരിക്കണമെന്നാണ്. അത് പൂർത്തിയാക്കിയ ഒരു ഘട്ടമാണ്. ഇപ്പോൾ 41,11,001 രൂപ. അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സെക്കൻഡുകൾ കഴിയുമ്പോഴും അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ആ ഒരു രംഗമാണ് നമ്മളിപ്പോൾ ഇതിനകത്ത് ഈ സ്റ്റുഡിയോക്കകത്ത് നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ വന്നതിന് ശേഷം 5 ലക്ഷം രൂപ ഏകദേശം ഒരു 20 മിനിറ്റിനകം സ്വരൂപിക്കുന്ന ഒരു കാഴ്ച. ഇപ്പോൾ 42,98,739 രൂപ. ഉസ്താദ് പറഞ്ഞ 43 ലക്ഷം രൂപയിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച, 43 ലക്ഷം പൂർത്തീകരിക്കുന്ന കാഴ്ച. അതിൻ്റെ ഒരു തക്ബീറും പ്രാർത്ഥനകളും ഒക്കെ ഇവിടെ ഉയരുകയാണ്. ഏകദേശം ഒരു 10-20 മിനിറ്റിനകം 5 ലക്ഷം രൂപ ഉസ്താദിൻ്റെ ക്ലാസ്സിൽ നിന്ന് ആളുകൾ ശേഖരിക്കുന്ന മനോഹരമായ ഒരു കാഴ്ച. സമസ്തയുടെ തഹിയയെ ഏറ്റെടുക്കുന്നൊരു കാഴ്ചയാണ് നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. അങ്ങനെ ഞാനിവിടെ വന്ന ഒരു 20 മിനിറ്റിനുള്ളിലാണ് ഉസ്താദിൻ്റെ ആ ഒരു പ്രഭാഷണത്തിൽ നിന്ന് നൂറെ അജ്മീർ സദസ്സിൽ നിന്ന് 5 ലക്ഷം രൂപ അഥവാ 43 ലക്ഷം രൂപ ഇതുവരെ
ഉസ്താദിൻ്റെ നൂറെ അജ്മീർ എന്ന ഉസ്താദിൻ്റെ നേതൃത്വത്തിലുള്ള ക്ലാസ്സിൽ നിന്ന് സമാഹരിച്ച് കഴിഞ്ഞു. അത് എത്രയിലാണ് ഇനി അവസാനിപ്പിക്കുക എന്നത് നമുക്ക് അറിയില്ല. ഇതൊരു അത്ഭുതമാണ്. ഒരുപാട് പ്രഭാഷകർ സമസ്തക്കുണ്ട്. അതിൽ ഒരുപാട് പേർ അവർക്ക് കഴിയുന്നത് പോലെ എല്ലാവരും സഹായിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും മുൻപിൽ ഇപ്പോൾ നിൽക്കുന്നത് ഉസ്താദാണ്. അതൊരു മത്സരമൊന്നും അല്ലാത്തതുകൊണ്ട് ഞാനത് അങ്ങനെ പറയുന്നില്ല. ഉസ്താദിന് അത് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉസ്താദേ, ഇപ്പോൾ എന്താണ് തോന്നുന്നത്? സമസ്ത എന്ന് പറയുന്നത് അതിൻ്റെ ഒരു നിർണായക ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഉസ്താദിൻ്റെ ആ ഒരു സംഘം വലിയ ഒരു ഫണ്ട് സമസ്തക്ക് നൽകിയിരിക്കുകയാണ്. എന്താണ് ഇപ്പോൾ ഉസ്താദിന് പറയാനുള്ളത്? അൽഹംദുലില്ലാ, നമ്മുടെ മഹത്തുക്കളായ മഹാന്മാരായ പണ്ഡിത ശ്രേഷ്ഠർ, സമസ്ത കേരള ജമഅത്തുൽ ഉലമയുടെ മഹാന്മാരായ പണ്ഡിതന്മാർ, വിശിഷ്യ മഹാനായ സയ്യിദുൽ ഉലമ തങ്ങൾ ഉസ്താദ് അടക്കമുള്ള മഹാനായ നമ്മുടെയൊക്കെ ഉസ്താദായ പതിനായിരക്കണക്കിന് ശിഷ്യന്മാരുടെ ഉസ്താദായ ഷെയ്ഖുൽ ജാമിഅ അലിക്കുട്ടി ഉസ്താദ്, അള്ളാഹു അവിടുത്തെ രോഗങ്ങളൊക്കെ സുഖപ്പെടുത്തി ആഫിയത്തുള്ള ദീർഘായുസ്സ് അള്ളാഹു കൊടുക്കട്ടെ. അവരടങ്ങുന്ന മഹാന്മാരായ പണ്ഡിത സഭ, കൊയ്യോട് ഉസ്താദ് തുടങ്ങിയ മഹാന്മാരൊക്കെ നമ്മുടെ മുമ്പിലേക്ക് ഈ ഒരു ആവശ്യം വെച്ച് നീട്ടിയപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗത്തിൽ നിന്ന് അൽഹംദുലില്ലാ ഉമ്മമാർ, ഉപ്പമാർ അകമഴിഞ്ഞതിനെ സഹായിക്കാൻ ഞാൻ ഇന്ന് ഒരു ലിസ്റ്റ് എൻ്റെ മുമ്പിൽ വന്ന ഞാനത് അത്ഭുതപ്പെട്ടു പോയി. ഞാനത് വായിക്കാം. എൻ്റെ പേര് കുഞ്ഞാത്തുമ്മ എന്നാണ്. എനിക്ക് 75 വയസ്സ് കഴിഞ്ഞു. ശാരീരിക പല ബുദ്ധിമുട്ടുമായി ജീവിതം മുന്നോട്ട് പോവുകയാണ്. ഭർത്താവ് 5 വർഷം മുമ്പ് മരണപ്പെട്ടു. മൂത്തൊരാൺകുട്ടി ഉണ്ടായിരുന്നു. ആൺകുട്ടി 17 വർഷം മുമ്പ് മരണപ്പെട്ടു. എൻ്റെ ഉപ്പയും ഉമ്മയും മരണപ്പെട്ടിട്ട് 30 വർഷം കഴിഞ്ഞു. എല്ലാവരുടെയും പരലോകത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പ്രത്യേകം ദ്വാരക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. എനിക്ക് ആഫിയത്തോടുകൂടെയുള്ള ദീർഘായുസ്സിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് പറയണം, ഉമ്മ പറയാൻ. ഇതോടൊപ്പം തഹിയ ഫണ്ടിലേക്ക് ഒരു സ്വർണത്തിൻ്റെ ചുറ്റും 5380 രൂപ ഞാനിതിലേക്ക് സഹായിക്കുന്നു. അൽഹംദുലില്ലാ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാണ്, എല്ലാവരും മരണപ്പെട്ട ഒരു ഉമ്മ അല്ലേ? ആരുമില്ല. ആ ഉമ്മ ഇനി ചിന്തിക്കുന്നത് അവരുടെ ഖബർ ജീവിതവും എൻ്റെ ഖബർ ജീവിതവും ഈ തഹിയ ഫണ്ടിലേക്ക് എന്തെങ്കിലും ഒന്ന് നൽകലോടുകൂടെ അത് പരിപൂർണമായി വിജയിക്കും. അതവിടെ രക്ഷപ്പെടും. അതൊരു ജാരിയായ സ്വതക്കയായിട്ട് മാറും എന്ന് ഉമ്മമാരുടെ, ഉപ്പമാരുടെ, സഹോദരന്മാരുടെ, സഹോദരിമാരുടെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ തുളച്ച് കയറി. അത് സമസ്തയുടെ കറാമത്ത് തന്നെയാണ്. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തിലുമുള്ള സഹോദര സഹോദരിമാർ, ഇന്ന പ്രദേശമെന്നോ ഇന്ന ദേശമെന്നോ ഇന്ന സ്ഥലമെന്നോ ഇന്ന വീട്ടുകാരൊന്നുമില്ല. എല്ലാ വീട്ടിലും എല്ലാ കുടുംബത്തിലും എല്ലാ നാട്ടിലും ഇത് പരന്ന് കിടക്കണം. ഇതിൻ്റെ അത്ഭുതമെന്ന് പറയുന്നത് മഹാന്മാരായ മഹത്തുക്കളായ പണ്ഡിതന്മാർ അവരുടെ നിഷ്കളങ്കരായ പ്രവർത്തനം കണ്ട് മനസ്സിലാക്കിയിട്ട് തന്നെയാണ്. പിന്നെ ഈ വിശുദ്ധമായ സമസ്ത കേരള ജമഅത്തുൽ ഉലമക്ക് അടിത്തറവാകിയത് മഹാന്മാരായ സയ്യിദന്മാരാണല്ലോ. മഹാനായ സയ്യിദ് വരക്കൽ മുല്ലക്കോയത്തങ്ങൾ, ആ കാലഘട്ടത്തിൽ ജീവിച്ച മഹത്തുക്കളായ പണ്ഡിതന്മാർ, നിഷ്കളങ്കരായ ആലിമീങ്ങൾ, അതങ്ങനെ വന്ന് ഇപ്പോൾ നമ്മുടെ ചാരത്തന്തി ഉറങ്ങുന്ന ജീവിതത്തിലൊരു കറാഹത്ത് പോലും ചെയ്യാതെ ജീവിച്ച് മൺമറഞ്ഞു പോയ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ് ഖദ്ദസല്ലാഹു തആല സിറഹുൽ മഹാനവറുകളുടെ ചാരത്ത് വെച്ചുകൊണ്ടാണ് നൂറെ അജ്മീർ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് എത്ര വർഷം ഈ മഹലിലേക്ക് വന്നിട്ട്? സാധാരണ ഈ മഹലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഉസ്താദുമാർ ദീർഘകാലം നിൽക്കുന്ന ഒരു പ്രത്യേകത ഉണ്ട്. ഒരു അങ്ങനെ സാഹചര്യം ഇവിടെ ഉണ്ട്. ധാരാളം ഉസ്താദുമാർ കുറേ കൊല്ലങ്ങൾ ഇവിടെ നിൽക്കും. എൻ്റെ മുമ്പ് അബ്ദുൽ ഉസ്താദ് കുറേ കാലം നിന്നതാണ്. അതിന് മുമ്പ് അലവി മുസ്ലിയാർ മുണ്ടക്കൽ കുറേ കാലം ജോലി ചെയ്തവരാണ്. അതുപോലെ തന്നെ ഉമർ മുസ്ലിയാർ കാളികാവ് ദീർഘകാലം ഇവിടെ സേവനം ചെയ്തവരാണ്. അതിനുശേഷം ഇവിടെ നാട്ടുകാരനായ ആലി മുസ്ലിയാർ ദീർഘകാലം ജോലി ചെയ്തവരാണ്. അതിന് മുമ്പുള്ള മഹത്തുക്കളായ പണ്ഡിതന്മാരൊക്കെ ദീർഘകാലം ജോലി ചെയ്ത ഒരു പാരമ്പര്യം ഇവിടെ ഉണ്ട്. അപ്പോൾ അതുപോലെ ഞാനും ഒരു 10-14 കൊല്ലം ഞാനിവിടെ. ഈ ആളുകൾക്ക് ആരാണ് വലിയുദ്ദീൻ ഉസ്താദ് എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഉസ്താദിനെ ഒന്ന് അറിയേണ്ടതുണ്ടല്ലോ. ഉസ്താദ് എവിടെയാണ് പഠിച്ചത്, അങ്ങനെയൊക്കെയുള്ള. ഞാൻ ആദ്യം ഈ വലിയുദ്ദീൻ എന്ന പേരിൻ്റെ ഒരു അർത്ഥം എന്താണ്? ആ പേര് ഞാൻ വേറൊരാളിൽ കേട്ടിട്ടില്ല.
സുബ്ഹാനല്ലോ, അർത്ഥം നോക്കി വിലയിരുത്താൻ പറ്റില്ല. എന്നാലും എൻ്റെ പേര് അബ്ദുൾ റഷീദ് എന്നാണ് ആദ്യത്തെ പേര് അബ്ദുൾ റഷീദ് എന്നായിരുന്നു. എൻ്റെ ഉപ്പയും ഉമ്മയും ഒക്കെ പറയുന്നത് കേൾക്കാറുണ്ട്. 2 വയസ്സ് വരെ ചെറിയൊരു അവസ്മാര രോഗമൊക്കെ ഉണ്ടായിരുന്നു. അന്ന് മഹാനായ ഖുത്ബുൽ ആലം ഷെയ്ഖുന സിയം വലിയുല്ലാഹി തങ്ങളുടെ അരികിലേക്ക് കൊണ്ടുപോകലാണ് ആ കാലഘട്ടത്തിലന്ന് ആളുകളൊക്കെ പലരും ചെയ്യാറുള്ളത്. അതുപോലെ എന്നെയും കൊണ്ടുപോയി. അപ്പോൾ എൻ്റെ ഉപ്പയോട് ചോദിച്ചു, എൻ്റെ പേരെന്താണ്? എൻ്റെ വല്യമ്മൻ കൂടെ ഉണ്ട്, വല്യമ്മ ഇപ്പോഴും ഹയാത്തിലുണ്ട്. എൻ്റെ പേരെന്താണ്? അബ്ദുൾ റഷീദാന്ന് പറഞ്ഞു. ആ, നല്ല പേര്, അതവിടെ നിൽക്കട്ടെ, ഞാനൊരു പേരിടാം എന്ന് പറഞ്ഞിട്ട് ഉസ്താദ് മഹാനായ ഖുത്ബുൽ ആലം ഷെയ്ഖുന സിയം വലിയുല്ലാഹി തങ്ങളുടെ പേരാണ് വലിയുദ്ദീൻ എന്നുള്ളത്. അപ്പോൾ മഹാനവകളുടെ ബർക്കത്ത് കൊണ്ടൊക്കെ ആയിരിക്കാം ഇന്നിങ്ങനെ തലകെട്ട് കെട്ടിയതും ജുബ്ബ ധരിച്ചതും ഒക്കെ. അതിൻ്റെ പഠനമൊക്കെ എവിടെയായിരുന്നു? പഠനം ഞാൻ ചെറുപ്പകാലത്ത് എൻ്റെ സ്വന്തം നാട്ടിലാദ്യം പഠിച്ചു. ആദ്യത്തെ ഉസ്താദ് അഹമ്മദ് ഫൈസ് ഉസ്താദാണ്. പിന്നത്തെ ഉസ്താദ് ഹുസൈൻ ബാഖവി ഉസ്താദ് അവർകളാണ്. പിന്നെ അവിടെ നിന്ന് സമസ്ത കേരള ജമഅത്തുൽ ഉലമയുടെ മുഷാവറ അംഗമായിരുന്ന വലിയ പണ്ഡിതനും വലിയ സൂഫിയുമായിരുന്ന നിരവധി ആലിമീങ്ങളെ വാർത്തെടുത്ത പണ്ഡിത പ്രതിഭ മഹാനായ ഷെയ്ഖുന റഈസുൽ മുദരിസീൻ ഷെയ്ഖുന പന്മള ഫരീദ് ഉസ്താദ് ഖുദ്ദസല്ലാഹു തആല സല്ലല്ലാഹു മഹാനവറുകളുടെ ചാരത്താണ് 7 വർഷവും പഠനം നടത്തി പൂർത്തീകരിച്ചത്. അവിടെ ഷെയ്ഖുൻ ഉസ്താദിൻ്റെ മകനായ ഷെയ്ഖുന ബഷീർ ബാഖവി ഉസ്താദ് അവറുകളുമായിരുന്നു അടുത്ത ഉസ്താദുമാരായിട്ടുണ്ടായിരുന്നു. അവിടെ 7 വർഷം പഠിച്ച് ശേഷം പിന്നീട് പട്ടിക്കാട് ജാമ്യയിൽ 2 വർഷവും. ജാമ്യയിലന്ന് മഹാനായ ഷെയ്ഖുന കാളമ്പാടി ഉസ്താദ്, എനിക്കൊരു സന്തോഷം എന്നാൽ വലിയൊരു സന്തോഷം, റഈസുൽ മുദരിസീൻ ഷെയ്ഖുന പന്മൾ ഉസ്താദിൻ്റെ അടുത്ത് ദർസ് പഠിച്ചു. റഈസുൽ ഉലമ കാളമ്പാടി ഉസ്താദിൻ്റെ അടുത്ത് നിന്ന് സനത് വാങ്ങി റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദിൻ്റെ അരികിൽ ജോലി ചെയ്യാന്നുള്ളത് ഞാനൊരു ഭയങ്കര സംഭവമായിട്ട് സന്തോഷമായിട്ട് ഞാൻ കാണുന്നതാണ്. അവരുടെയൊക്കെ കുരുത്തവും പൊരുത്തവും കൊണ്ട് മാത്രം ഇട്ടില്ലേ, വേറൊന്നുമല്ല, അല്ലാതെ വലിയൊരു ആലിം അങ്ങനത്തെ ഒന്നുമല്ല. അവരുടെയൊക്കെ കുരുത്തവും പൊരുത്തവും കൊണ്ട് അൽഹംദുലില്ലാ അങ്ങനെ പോകണം. അപ്പം ഞാൻ പഠിച്ചത് 2010 ഞാൻ ജാമ്യയിൽ നിന്ന് ഇറങ്ങുന്നത്. 2010 അത് അന്ന് പിന്നെ ആ കാലഘട്ടത്തിൽ മഹാനായ പാറന്നൂർ ഉസ്താദിൻ്റെ മകന് ഉബൈദുള്ള ഫൈസിയൊക്കെ അന്ന് നൂറുൽ ഉലമയുടെ സെക്രട്ടറി ആയ കാലമാണ്. അവരൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം. ഞങ്ങൾ നേരെ സീനിയറായിരുന്നു. ഷഹീറുൽ ശിഹാബ് തങ്ങൾ, പാണക്കാടിൽ ഷഹീറുൽ ശിഹാബ് തങ്ങൾ, അന്ന് പിന്നെ മാണിയൂർ ഉസ്താദിൻ്റെ മകൻ ഒക്കെ പഠിക്കുന്ന സമയമായിരുന്നു. ആ സമയത്ത് നമ്മൾ ജൂനിയറും. അവർക്ക് ശേഷം പിന്നെ നമ്മൾ പിറ്റേത്തെ കൊല്ലം 2010 ഞങ്ങൾ അവിടെ നിന്ന് സനത് വാങ്ങി പുറത്തിറങ്ങുന്നത്. സനത് നൂറെ അജ്മീർ എന്ന് പറയുന്നൊരു ആത്മീയ മജ്ലിസ് ഓൺലൈനിലേക്ക് മാറുന്നത് ഏത് കാലമാണ്? അങ്ങനെ ഒരു മജ്ലിസ് സംഘടിപ്പിക്കാനുണ്ടായ ഉസ്താദിൻ്റെ ഒരു വികാരം എന്താണ്? ഞാൻ ഇവിടെ വാഴക്കാട് ഇവിടത്തിൽ വരുന്നത്, ഞാൻ ഇതിൻ്റെ തൊട്ട് മുമ്പായിട്ട് കാമശ്ശേരി, ഇതിൻ്റെ നേരപ്പുറത്ത് ജോലി ചെയ്യുന്ന കാമശ്ശേരി പിന്നെ വലിയ ജുമാഅത്ത് പള്ളിയിൽ അവിടെ ഒരു 10 മാസം ജോലി ചെയ്തു. പിന്നെയാണ് അങ്ങോട്ട് പോരുന്നത്. ഇവിടെ വന്നതിന് ശേഷം എല്ലാ വ്യാഴാഴ്ചയും ഇവിടെ ഒരു ക്ലാസ് നടക്കാറുണ്ട്. അതിൻ്റെ കാരണക്കാർ ആ കാലഘട്ടത്തിലുള്ള മഹത്തുക്കളായ ഇവിടുത്തെ ബഹുമാനപ്പെട്ട കമ്മിറ്റി ഭാരവാഹികളാണ്. അവരും അതുപോലെ തന്നെ ഇവിടെ മുഅദ്ദിനായി ജോലി ചെയ്തൊരു മനുഷ്യനുണ്ടായിരുന്നു, അഹമ്മദ് കുട്ടി മല്ലാക്ക. നല്ല മനുഷ്യനാണ് അദ്ദേഹം. 50 വർഷത്തിലേറെ ബാങ്ക് വിളിച്ചിട്ടുണ്ട് അദ്ദേഹം. ആ മനുഷ്യൻ മരണപ്പെടുന്ന റമദാൻ 29 അന്ന് 29-ാം രാവ്, അതും വെള്ളിയാഴ്ച രാവ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കനെ ചൊല്ലി സന്തോഷത്തോടെ മരിച്ചുപോയൊരു മനുഷ്യൻ്റെ നല്ല മനുഷ്യന്. കണ്ണിയത്ത് ഉസ്താദ് ഭക്ഷണം കഴിക്കുന്ന സമയത്തിൽ ഇന്ന് അയമുട്ടി എന്ന് പറഞ്ഞിട്ട് ചോറും പിടി അയമുട്ടിയിലേക്ക് കൊടുക്കും. ആ മനുഷ്യൻ ഒറ്റയ്ക്കിരുന്ന് കരയും, ദീർഘസമയം കരയും. ഒരു ദിവസം ഞാനിങ്ങനെ അകമ്പള്ളിയിൽ നിന്ന് കരച്ചിൽ കേട്ടപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയപ്പോൾ അദ്ദേഹം ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ബുക്ക് ഞാൻ വെറുതെ തുറന്നു നോക്കിയപ്പം നരകം എന്നാണ് ആ ബുക്കിൻ്റെ പേര്. ആ ബുക്ക് വായിച്ചിട്ട് ആരോ എഴുതിയൊരു ബുക്ക് ആ മനുഷ്യൻ ഇവിടുന്ന് കുത്തിന്ന് വായിച്ച് കരയാണ്. ഖുർആൻ അധികവും മനപ്പാട്. അദ്ദേഹത്തിന് ആ ഖുർആൻ പല ആയത്തുകളും അദ്ദേഹം പറഞ്ഞതാണ്, ഉസ്താദ് ക്ലാസ് തുടങ്ങണം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മരിച്ചിട്ട് അധിക കാലമായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഖബർ കണ്ണിയത്ത് ഉസ്താദിൻ്റെ ഖബറിൻ്റെ തൊട്ടു ചാരത്തന്നെ. അദ്ദേഹം ഇതിലൊരു പ്രധാന കണ്ണിയാണ്. അതുപോലെ ടി പി അബ്ദുൽ അസീസ് സാഹിബ്, നല്ല മനുഷ്യനായിരുന്നു അദ്ദേഹം.
ഇവിടുത്തെ ദീർഘകാല കമ്മിറ്റി പ്രസിഡൻ്റായിരുന്നു. നല്ലൊരു തഖ്വയുള്ള പക്വതയുള്ള ആലിമീങ്ങളെ ബഹുമാനിക്കുന്ന, പിന്നെ പള്ളിയെ സ്നേഹിക്കുന്ന, ദീനിൻ്റെ സംരംഭങ്ങളെ വലിയ സ്നേഹവും ബഹുമാനവും കൊടുക്കുന്ന ഒരു നല്ല മനുഷ്യനായിരുന്നു അദ്ദേഹം. അപ്പോൾ ഉസ്താദെ, അപ്പോൾ ഇനിയിപ്പം ഉസ്താദ് പല ദിവസങ്ങളിൽ പല സ്ഥലങ്ങളിൽ നിന്നാണ് സ്ട്രീമിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഒരു സ്ഥലത്ത് ഇപ്പോൾ ഉസ്താദ് ഉംറക്ക് പോകുന്ന സമയമാണെങ്കിൽ ഞാനിത് പറഞ്ഞത് അപ്പോൾ ഈ പിന്നെ അപ്പോൾ അദ്ദേഹം അവർ രണ്ടുപേരും വ്യാഴാഴ്ച തുടങ്ങാം. വ്യാഴാഴ്ച ക്ലാസ് ആരംഭിച്ചു. വ്യാഴാഴ്ച ക്ലാസ്സിൽ ഒരു നല്ലൊരു ശതമാനം സഹോദരിമാർ പങ്കെടുത്തു. അങ്ങനെയാണല്ലോ കൊറോണ വന്നത്. കൊറോണ വന്നപ്പോൾ എല്ലാം പൂട്ടി, എല്ലാം നിന്ന് അവസാനിപ്പിച്ചു. ആ സമയത്തിലൊക്കെ ഓൺലൈനായിരുന്നു. സബക്കുകളും ദറസുകളും മദ്രസകളും ഒക്കെ കോളേജുകളൊക്കെ ഓൺലൈന്. അങ്ങനെ ഓൺലൈൻ ഒരു സംവിധാനം ഇങ്ങനെ ഉമ്മമാരുടെയും സഹോദരന്മാരുടെയും സഹോദരിമാരുടെയും ശ്രദ്ധയിലേക്ക് ഇങ്ങനെ വരൽ തുടങ്ങിയപ്പോൾ അവർ തന്നെ ആവശ്യപ്പെട്ടു ഇങ്ങനെ ഒരു മജ്ലിസ് നടത്തണം. അങ്ങനെ വ്യാഴാഴ്ചകളിൽ മജ്ലിസ് നടത്തി. SKCR ലൈവിൽ അങ്ങനെയാണ് ഫസ്റ്റ് മജ്ലിസ് നടത്തുന്നത്. SKCRൽ മജ്ലിസ് നടത്തി. അൽഹംദുലില്ലാ അതങ്ങനെ മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയിലാണ് നമ്മുടെ കർണാടകയിൽ ഇക്ബാൽ ബാലില എന്ന് പറയപ്പെടുന്നൊരു സഹോദരൻ, SKSFൻ്റെ അടുത്ത നേതാവാണ്. അതുപോലെ തന്നെ നമ്മുടെ പിന്നെ അഷ്റഫ് ബാക്കവി ചാപ്പള്ള, അദ്ദേഹം മുദരിസാണ്, അദ്ദേഹം നല്ലൊരു ആലിമാണ് അദ്ദേഹവും. അതുപോലെ തന്നെ ഒരു പിന്നെ കരീം ദാരിമി ഉസ്താദുണ്ട്, കരീം ദാരിമി ഉസ്താദും ഒരു മജീദ് ദാരിമിയും, അങ്ങനെ തുടങ്ങി കുറച്ച് മഹത്തുക്കളായ ആളുകൾ, നാസർ ബർലമ്പാടി, അതുപോലെ തന്നെ അങ്ങനെ തുടങ്ങി ഒരുപാട് UP ബഷീർക്ക, അതുപോലെ തന്നെ ഖത്തർ ഹാജി, അങ്ങനെ തുടങ്ങി കുറേ നല്ല നല്ല മനുഷ്യന്മാരൊക്കെ കൂടി പറഞ്ഞത് എന്താക്കണം, ഓൺലൈൻ ചെയ്യണം. അങ്ങനെ ഓൺലൈൻ ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ഓൺലൈൻ ആദ്യം ചരിത്രം പറയൽ തുടങ്ങി. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതലുള്ള അമ്പിയാക്കന്മാരുടെ കഥകളും മഹാന്മാരായ ഉസ്താദുമാരുടെ ചരിത്രങ്ങളൊക്കെ പറയൽ തുടങ്ങി. അത് രാത്രിയാണ്. രാത്രി 8 മണിക്ക് തുടങ്ങും, 10-10:30 ആകുമ്പോഴേക്കും അവസാനിപ്പിക്കും. അങ്ങനെ വീട്ടിൽ നിന്നൊക്കെ സമ്മർദ്ദം വന്നു. ഇങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ നേരം വൈകുന്നത് ഇങ്ങനെ ആയപ്പോൾ അത് പിന്നെ ഇവിടുത്തെ കമ്മിറ്റിക്കാരും ഇവിടുത്തെ ആളുകളും എല്ലാവരുടെ ആഗ്രഹം രാവിലത്തേക്ക് മാറണം. ആദ്യം കുറേ ആളുകളൊക്കെ എന്നൊരു എതിർപ്പൊക്കെ അപ്പം ഇതാക്കിയിരുന്നു, രാവിലത്തേക്ക് മാറിയാൽ ആരും ഉണ്ടാവില്ല. അങ്ങനെ രാവിലത്തേക്ക് മാറാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ അദ്കാർ സബാഹിൻ്റെ വിക്റ്, ആ വിക്റുകൾ ആദ്യം എല്ലാവരും ചെല്ലുന്ന, ഞാൻ മാത്രമല്ല എല്ലാവരും ചെല്ലുന്ന ആളുകളാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും ചെല്ലലുണ്ടല്ലോ, ആ ചെല്ലുന്നത് ലൈവിലൂടെ ചെല്ലിയിട്ട് പ്രസംഗിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് ലൈവിലൂടെ ചെല്ലാൻ തുടങ്ങി. അൽഹംദുലില്ലാ ആളുകളിങ്ങനെ. ഇപ്പോൾ ലോകത്തിൻ്റെ എത്ര സ്ഥലങ്ങളിൽ നിന്ന് ഇതിലേക്ക് ആളുകൾ വരുന്നുണ്ട് എന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടോ? എന്നെ ക്ഷണിക്കപ്പെട്ട ചില സ്ഥലങ്ങളിലുണ്ട്. ഒന്ന് പിന്നെ കുവൈത്ത് എന്നെ ക്ഷണിച്ചതാണ്. അതുപോലെ തന്നെ അബുദാബിയിൽ ഞാൻ പോയിട്ടുണ്ട്, ദുബായിൽ പോയിട്ടുണ്ട്, ഷാർജയിൽ പോയിട്ടുണ്ട്, അതുപോലെ തന്നെ മസ്കറ്റിൽ പോയിട്ടുണ്ട്, അതുപോലെ തന്നെ ഒമാൻ, സലാല, അതുപോലെ തന്നെ അങ്ങനെ സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ അൽഹംദുലില്ലാ ആളുകളിത് കേൾക്കാറുണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സലാല ഞാനിപ്പോൾ ഓർക്കുകയാണ്. സലാല ഞാനും ഷെഫിയും യമാനിയൊക്കെ ഇരിക്കുന്ന സമയത്തിലാണ് സലാലയിലേക്ക് കാസർഗോഡ് എന്നൊരു സഹോദരൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങളൊക്കെ മസ്കറ്റിൽ ഓരോ കുടുംബമുണ്ട്, അവർ വരികയാണ്, ആഫ്രിക്കയിൽ നിന്ന് വരികയാണ്. അങ്ങനെ അവർ വന്നിട്ട് അവർ സംസാരിച്ചതിൻ്റെ ഇടയിൽ നമ്മളവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് ഒരു ഉസ്താദ് പറഞ്ഞു, ഉസ്താദ് അൽഹംദുലില്ലാ ഞങ്ങൾ ചെല്ലാറുണ്ട്. അപ്പോൾ ആ സ്ഥലങ്ങളിൽ നിന്നൊക്കെ സഹോദരിമാർ, അതുപോലെ തന്നെ പല സ്ഥലങ്ങൾ, സൗദി, ജിദ്ദ, ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ അൽഹംദുലില്ലാ, റിയാദ് ഒക്കെ അവിടെ നിന്നൊക്കെ ഫോൺ വിളിക്കുമ്പോൾ അറിയാം ഞങ്ങൾ ഇവിടുന്നാണ് വിളിക്കുന്നത് ഉസ്താദെ, ഞങ്ങൾ ഉസ്താദിൻ്റെ ലൈവ് കാണാറുണ്ട്. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ ഉള്ളവരൊക്കെ കേൾക്കാറുണ്ടെന്ന് അറിയാം. അങ്ങനെ ആ ഭാഗത്തുനിന്ന് ഈ സാധനം എന്ന് പറഞ്ഞാൽ എല്ലായിടത്തുനിന്ന് ഓണാക്കിയാൽ കിട്ടുമല്ലോ. അപ്പോൾ അൽഹംദുലില്ലാ പല ഭാഗത്തുനിന്നും സഹോദരിമാർ ഈ വിശുദ്ധമായ മജ്ലിസിനെ വീക്ഷിക്കുന്നു, ഇതിൽ പങ്കെടുക്കുന്നു, ചെല്ലുന്നു. അൽഹംദുലില്ലാ പലർക്കും അനുഭവങ്ങൾ, അവരുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയായതും അങ്ങനെ കാര്യങ്ങളൊക്കെ വിക്റാണല്ലോ ചെല്ലുന്നത്. എന്തായാലും പടച്ചറബ്, കരുണക്കടൽ റബ്ബ് വലിയവനാണല്ലോ, ദയാലുവാണല്ലോ, കൃപയുള്ളവനാണല്ലോ, ദയാലുവാണല്ലോ, കരുണക്കടൽ റബ്ബ്. ഒരു ദിവസം നമ്മുടെ സങ്കല്പിക്കുക, ഒരു സെർവറൊക്കെ അങ്ങ് പോയി, നമുക്ക് കോവിഡ് ലോകം മുഴുവൻ അടച്ചു കൂട്ടിയതുപോലെ സംഭവിക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സെർവർ മൊത്തം ഡൗണായി, നെറ്റ് കിട്ടുന്ന യാതൊരു പ്രശ്നം വന്നു. ആ സമയത്ത് ഉസ്താദ് എന്ത് പരിഹാരം എങ്ങനെയുണ്ടാകും? കാരണം ഇത് മുടങ്ങരുതല്ലോ. ഞാൻ ചെല്ലും, ഒറ്റക്ക് പള്ളി കുത്തിരുന്ന് ചെല്ലും. അവിടെ എത്ര ആളുള്ളത്, 1-2 ആൾ മുന്നിലുണ്ട്. അത് പതിവായി നടക്കും, അതായത് പതിവ് തെറ്റൂല. പിന്നെ അതിങ്ങനെ ഇനി ഒറ്റക്കാണ് വിധി, ഇനി ആരുമില്ല, ഞാൻ ഒറ്റക്ക് ചെല്ലും.
കാരണം ഇത് നമ്മൾ ആദ്യം എല്ലാവരും ചൊല്ലി വരുന്നതല്ലേ ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരു ഹദീസുകളിൽ വന്ന ചില ദിക്റുകൾ, അതുപോലെ തന്നെ മഹാന്മാർ പഠിപ്പിച്ച ചില ദിക്റുകൾ, അതൊക്കെയാണല്ലോ. അതൊക്കെ പതിവായി ചെല്ലുന്ന സംഗതികൾ പതിവായി തന്നെ നടക്കണം. ഓൺലൈൻ മാത്രം നിലനിർത്തിക്കൊണ്ടു പോകണമെന്നൊന്നുമില്ല, അതിങ്ങനെ പതിവായി ചെല്ലണം. അപ്പോൾ കൂടെ ഒരുപാട് മുത്തൂമിനികൾ ഞാൻ ഒരു ടൂണ്ടായില്ല, ഞാൻ ചൊല്ലിത്തരാം നിങ്ങളേറ്റ് ചൊല്ലിക്കോളൂ. ചെറിയ മക്കൾ പോലും ഇപ്പോൾ പറയൽ തുടങ്ങി, ഞാൻ ചൊല്ലിത്തരാം നിങ്ങളേറ്റ് ചൊല്ലിക്കോളും. ചില ഒരു കുട്ടീനോട് വന്നിട്ട് പറയാം, ഉസ്താദിൻ്റെ ദിക്റ് ഞാനും ചെല്ലാറുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, ഏത് ദിക്റാണ് എനിക്ക് കാണാതെ അറിയാം? ഞാൻ ചൊല്ലിത്തരാൻ നിങ്ങളേറ്റ് ചൊല്ലിക്കോളൂ. അതൊരു ദിക്റായി ചെറിയ കുട്ടികൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഏതായിരുന്നാലും അൽഹംദുലില്ലാ, അത് ആളുകൾ കൂടുതലും അങ്ങനെ അൽഹംദുലില്ലാ. ഏതായാലും ഇപ്പം സമസ്തയുടെ 100ാം വാർഷിക സമ്മേളനം വലിയൊരു ഭാഗ്യമാണ് നമുക്കൊക്കെ. കാരണം സമസ്ത മുല്ലക്കോയ തങ്ങളുടെ കാലത്ത് നമ്മളില്ല, പക്ഷേ അത് സ്ഥാപിച്ച സ്ഥാപക 100ാം വാർഷികത്തിൽ നമ്മളെല്ലാവരും ഉണ്ട്. സമസ്തക്കാരായിരിക്കുക എന്നതിൻ്റെ ഒരു അഭിമാനം, ഒരു അന്തസ്സ്, അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു ആത്മീയമായിട്ടോ അല്ലെങ്കിൽ ആത്മമായിട്ടൊക്കെ നമുക്ക് കിട്ടുന്നൊരു നിർവൃതി. ഉസ്താദ് എങ്ങനെയാണ് ഉസ്താദിനെ കേൾക്കുന്ന ആളുകളോട്, അല്ലെങ്കിൽ ഈ ഒരു സംഭാഷണം കേൾക്കുന്ന ആളുകളോട് സമസ്ത എന്താണ് എന്ന് ഉസ്താദിനോട് ചോദിച്ചാൽ എന്താണ്? സമസ്തകളുടെ ജംഇയ്യത്തുൽ ഉലമ എന്നുള്ളത് നമ്മൾ ഈമാൻ സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. നമ്മുടെ ഈമാൻ്റെ കാവൽ ഭടന്മാരാണ് അവർ. അവരാ ദൗത്യം പഴയ കാലത്ത് നിർവഹിച്ചു മഹത്തുക്കളായ ആ കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാർ. ആ ദൗത്യം അവർ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആലിമീങ്ങളുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആലിമീങ്ങൾ ആ ദൗത്യം നിർവഹിക്കുന്നു. ഇവരുടെ മരണശേഷം ഇവരുടെ തലമുറകളിലേക്ക് അത് കൈമാറ്റം ചെയ്യും, പിൻഗാമികളിലേക്ക് കൈമാറ്റം ചെയ്യും. അത് ഹത്തൽ ഖിയാമ വരെ മഹത്തുക്കളായ ആലിമീങ്ങളിലേക്ക് ആ ദൗത്യം കൈമാറ്റം ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അവരനുസരിക്കുക, അവരെ പിൻപറ്റുക, അവരെ തുടരുക എന്നുള്ളത് ഒരു മുഅ്മിനിൻ്റെ ബാധ്യതയാണ്. കാരണം അവൻ്റെ ഈമാൻ സംരക്ഷിക്കുക മഹത്തുക്കളായ ഈ ആലിമീങ്ങളാണ്. ഈ ആലിമീങ്ങൾ സംരക്ഷിച്ചാൽ നമ്മുടെ ഈമാൻ ഒരു കോട്ടം വരില്ല. അതാണ് ആളുകൾ മുഴുവനും സമസ്തകളുടെ ജംഇയ്യത്തുൽ ഉലമ മഹത്തായ മഹാന്മാരായ പണ്ഡിതന്മാരിലേക്ക് ചേർന്ന് നിൽക്കുന്നത്. ഓരം ചേർന്ന് നിൽക്കാന്നറിയില്ല, ഓരം ചേർന്ന് നിൽക്കുന്നത് ഈമാനിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി മാത്രമാണ്. വേറൊന്നുമില്ല, ഇതിലൊരു കാര്യലാഭമില്ലല്ലോ. ഇപ്പം 45 ലക്ഷം രൂപയായി. ഇപ്പോൾ ഇന്ന് നമ്മൾ ഈ സംസാരിക്കുന്ന സമയം, ഇന്ന് അതിൻ്റെ ക്ലോസിംഗ് സെറിമണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അർദ്ധരാത്രിയോടുകൂടി ഇത് അവസാനിക്കും. ഉസ്താദ് ഒരു പക്ഷേ 45 ഇതിൽ നിർത്തുകയാണോ? ഇനി അങ്ങനെയല്ല, ഉസ്താദിന് എന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടോ? ഇത്ര പണം കൊടുക്കണം എന്ന എന്തെങ്കിലും താല്പര്യങ്ങളോ ലക്ഷ്യങ്ങളോ ഒക്കെ ഉണ്ടോ? ഒരു ലക്ഷ്യമില്ല, എത്രയാണോ കിട്ടുന്നത് അത്ര കൊടുക്കുക. ഇപ്പോൾ ഇന്നിപ്പോൾ 43 നാളെ 44 നിർത്തുന്നത്, 44, 50 50. പക്ഷെ 50 എന്നുള്ളൊരു മനുഷ്യനാണല്ലോ, ഒരു ആഗ്രഹം. പല ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം, അതായത് ഖൈറിനെ ആഗ്രഹിക്കൽ പോലും ഖൈറാണെന്നാ. അപ്പോൾ നന്മയെ കുതിക്കൽ പോലും നന്മയാണ്. അപ്പോൾ നമുക്കൊരു 50 ലക്ഷം റുപ്യ കൊടുക്കണം എന്നൊക്കെ പൂതിയുണ്ട്. അത് ആ ആഗ്രഹം മനസ്സിലുണ്ടായാൽ തന്നെ ഖൈറാണ് അൽഹംദുലില്ലാ. ഇനി നടന്നു കിട്ടിയാലോ അത് പെരും ഖൈറായി അൽഹംദുലില്ലാ. നാളെ ഉസ്താദുമാരൊക്കെ ഇവിടെ വരുന്നൊരു ദിവസമാണ് അല്ലേ? അപ്പോൾ അവർ ആ സംഖ്യയൊക്കെ അവിടെ നിന്നാണ് കൈമാറുക, അല്ലെങ്കിൽ മഹാനായ റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദിൻ്റെ ചാരത്ത് നിന്ന് അജ്മീർ ഖാജ റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിൽ ഈ വിശുദ്ധമായ സഹായം, അതായത് ലോകത്തിൻ്റെ പല ഭാഗത്തിൽ നിന്നും സഹോദരിമാർ 313, ഞാൻ നേരത്തെ വായിച്ചല്ലോ ഈ സംഖ്യകളൊക്കെ കൊടുത്ത് ഈ ഒരു സംരംഭം അകമ്പള്ളിയിൽ വെച്ചുകൊണ്ട്, നാളെ അകമ്പള്ളിയിൽ വെച്ചുകൊണ്ട് അതിന് മജ്‌ലിസ് ഉണ്ടാകുക. അകമ്പള്ളിയിൽ വെച്ചുകൊണ്ട് ഉസ്താദുമാരുടെ സാന്നിധ്യത്തിൽ ഇൻഷാ അല്ലാഹ് ഒരു ദുആ, ഒരു പ്രാർത്ഥന ഇൻഷാ അല്ലാഹ് അത് നടത്തി ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ആദ്യം ചോദിക്കേണ്ട ചോദ്യം അവസാനം ചോദിക്കുക, എന്താ ഈ നൂറെ അജ്മീർ എന്നൊരു പേര് ഇടാൻ കാരണം? ഹാജയോടുള്ള മഹബത്ത് കൊണ്ട് മാത്രമാണ്. അങ്ങനെ ആ ഒരു മഹബത്ത് ഉസ്താദിന് വ്യക്തിപരമായിട്ട് വരുവാനുള്ള, അങ്ങനെ CM മടവൂർ ഉസ്താദിലേക്കാണ് ഉസ്താദിൻ്റെ വ്യക്തിപരമായിട്ട് അങ്ങനെ ആരെയും ചിന്തിച്ചാൽ ഹാജയിലേക്ക് എത്താൻ കാരണം ഞങ്ങൾ ഒരു സിയാറത്ത് സംഘടിപ്പിച്ചിരുന്നു. ഞാനും നമ്മളെ വാലില്ലാപ്പുഴയായിരുന്നു പഴയകാലത്ത് തങ്ങളുണ്ടായത്, കുഞ്ഞി സീദിക്കോയ തങ്ങൾ, നല്ല മനുഷ്യനാണ് അദ്ദേഹം. ഞങ്ങളോട് അതുപോലെ തന്നെ ഒരു സഫ്വാൻ ഹുദവി, എൻ്റെ സുഹൃത്താണ്, പ്രിയപ്പെട്ട സുഹൃത്താണ്. ഞങ്ങളൊക്കെ കൂടെ ഒരുമിച്ച് കൂടി ഒരു യാത്ര നടത്തി അജ്മീറിലേക്ക്. അപ്പോൾ അന്ന് ഖാജാ തങ്ങളുടെ അരികിലിരുന്ന് ഫാത്തി ഓതി ആ സദസ്സിൽ വെച്ചുകൊണ്ട് ഞങ്ങളെല്ലാവരും എടുത്ത തീരുമാനമാണ് മരിക്കുന്നത് വരെ ഖാജൻ്റെ പേരിൽ ഫാത്തി ഓതാന്ന്, മരിക്കുന്നത് വരെ. അപ്പോൾ ഖാജൻ്റെ പേരിലും ഖാജയുടെ ഉസ്താദായ ഉസ്മാനുൽ ഖാറൂനി റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിൽ ഖാജയുടെ മകനായ സയ്യിദ്
ഫഖറുദ്ദീൻ തങ്ങളുടെ പേരിൽ, ഖാജയുടെ അളിയനായ മാമു സാഹിബ് അവരുടെ പേരിൽ, ഖാജയുടെ ഖലീഫമാരായ കഞ്ചു ശക്കർ ഫരീദ് ഔലിയ തങ്ങൾ, കുത്തുബുദ്ദീൻ തങ്ങൾ, മഹാന്മാരായ സയ്യിദ് ഷഹീദ് ഹുസൈൻ തങ്ങൾ, സയ്യിദ് ശക്കർ ബാവ, ഇവരൊക്കെ ഖാജയുടെ മുഹിബ്ബീങ്ങളും ഖാജയുടെ അടുത്ത് നിൽക്കുന്ന ആളുകളുമാണ്. അവരുടെയൊക്കെ പേരിൽ മരിക്കുന്നവരെ നാവ് എപ്പോഴൊക്കെയാണോ സംസാരിക്കുക, ചലനം എന്നൊക്കെ നിൽക്കുമോ, എന്നൊക്കെ നിലനിൽക്കുമോ, അന്നൊക്കെ ആ കാലം അത്രയും ഫാത്തിഹ ഓതാൻ വേണ്ടി തീരുമാനിച്ചു ഖാജയുടെ പേരിൽ. അത് നമ്മൾ ഒറ്റക്കുള്ള തീരുമാനമാണ്. അത് അൽഹംദുലില്ലാ ആ കാലം മുതൽ ഞാൻ പതിവ് തെറ്റാതെ നടത്തിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഒരു ഓൺലൈൻ പദ്ധതിയിലേക്ക് ഇതിങ്ങനെ വരുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യമോടെ എനിക്ക് എൻ്റെ ഖാജൻ്റെ ഓർമ്മ എന്നൊന്നും നിലനിർത്തണം. അൽഹംദുലില്ലാ അതിനു വേണ്ടി തന്നെയാണ് മജ്ലിസ്. ആ മജ്ലിസ് കാണുമ്പോൾ നമുക്കൊരു ഓർമ്മ വരുമല്ലോ, ഖാജ റളിയല്ലാഹു അൻഹു ഓർമ്മയില്ല. എന്നാണ് നൂറാജ് വിരച്ചത്. ഏതായിരുന്നാലും ഇനിയും ഒരുപാട് കാലം സമസ്തയ്ക്ക്, സമുദായത്തിന്, സമൂഹത്തിന് എല്ലാം സേവനം ചെയ്യാനും മാർഗനിർദ്ദേശങ്ങൾ നൽകി കൂടെ നിൽക്കാനും ഉസ്താദിന് സാധിക്കട്ടെ. അതിന് ആയുരാരോഗ്യത്തോടു കൂടി പടച്ച തമ്പുരാൻ എല്ലാ സൗഖ്യവും നൽകട്ടെ എന്ന് ഉസ്താദിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ സംഭാഷണം ഇവിടെ അവസാനിക്കുകയാണ്. കൂട്ടത്തിൽ അവസാനമായിട്ട് ഇതിങ്ങനെ ഒരു സംരംഭം വിജയിക്കാനുണ്ടായ പ്രധാന കാരണം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, നമ്മുടെ ഓരം ചേർന്ന് നിൽക്കുന്ന ഇവിടുത്തെ മഹല്ല് ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികളാണ്. അൽഹംദുലില്ലാ ഞാൻ എപ്പോഴും അവരെ പറയാറുണ്ട്. അവർ കേൾക്കുകയും പറയാറുണ്ട്, കേൾക്കാതെയും പറയാറുണ്ട്. ഒരു ഓരം ചേർന്ന് നിന്ന് അവരിതിനെ സംരക്ഷിച്ചു, അതിനെ സപ്പോർട്ട് ചെയ്തു, അനുകൂലമായി നിന്നു, അവർ പ്രോത്സാഹനം നൽകി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കും നിങ്ങൾ കാണുന്നവരോടൊക്കെ പറയാൻ, ഇവിടെ അന്തിയുറങ്ങുന്ന മഹാനായ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ്, അന്തിയുറങ്ങുന്ന മഹാനായ സയ്യിദ് ത്വാഹ തങ്ങൾ, ഖാദി അഹമ്മദ് കുട്ടി മുസ്ലിയാർ, സൈനുദ്ദീൻ മുസ്ലിയാർ, UM ബീരാൻ മുസ്ലിയാർ, കണ്ണിയത്ത് അബ്ദുറഹ്മാൻ മുസ്ലിയാർ, ആലി മുസ്ലിയാർ, നസ്റുള്ള മുസ്ലിയാർ, അഹമ്മദ് കുട്ടി മുല്ലാക്കടങ്ങും നിരവധി നല്ല മനുഷ്യന്മാർ ഇവിടെ അന്തിയുറങ്ങുന്നുണ്ട്. അവർക്കൊക്കെ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. കൂട്ടത്തിൽ ഞങ്ങളുടെ കാര്യത്തിൽ ഇവിടുത്തെ ഉസ്താദുമാരുടെ 5 ഉസ്താദുമാർ എക്സ്ട്രയുണ്ട്. 100 ചില്ലാനും കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ധാരാളം പേർ പട്ടിക്കാട് ജാമ്യയിലും വലിയൊരു ബാക്കിയാത്തിലൊക്കെ പഠിച്ചിറങ്ങിയവരുണ്ട്. അവരൊക്കെ പല ഇടങ്ങളിലും ജോലി ചെയ്യുന്നു, പല സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ വേണ്ടി അതുപോലെ ഇവിടുത്തെ നാട്ടുകാർ, നമ്മുടെ വായക്കാട് മഹല്ലത്തിന് വേണ്ടി, അതുപോലെ തന്നെ മഹല്ല സംരക്ഷിക്കുന്ന കമ്മിറ്റി ഭാരവാഹികൾക്ക് വേണ്ടി എല്ലാവരും പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കുക. ബിഫളലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.